ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കേസഫ് സലീം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തഞ്ചാവൂരിലെ കാഴ്ചകളാണ് കേട്ടോ. തഞ്ചാവൂർ എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ട്രഡീഷൻസ് കാണിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ ബൃഹദീശ്വര ടെമ്പിൾ വിസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാത്രി 10:25 ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച നമ്മളവിടെ 9 മണി 10 മണി കൊള്ളിച്ച് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു ക്ലോക്ക് റൂമും നമ്മുടെ ബാഗും ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. പ്ലസ് നമുക്കൊരു ബാത്റൂം ഫെസിലിറ്റിയും അവിടെ നമ്മൾ 25 രൂപ 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റിംഗ് റൂമും അല്ലെങ്കിൽ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വൺ ഡേ ട്രാവലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെൻസൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ റിഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് റിഫ്രഷ് ആയത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നേരെ നമ്മൾ ആദ്യം പോയത് നമ്മൾ ആദ്യമേ അമ്പലത്തിൽ പോകുന്ന വിചാരിച്ചു. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കാരണം നമ്മൾ പിന്നെ പ്ലാൻ മാറ്റി തഞ്ചാവൂർ പാലസിലേക്കാണ് ഫസ്റ്റ് പോയി അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ തഞ്ചാവൂർ പാലസിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഓട്ടോക്കാർ നമ്മുടെ നാട്ടിലെ പോലെ മിനിമം ചാർജ് ഒന്നുമില്ല. അവർ കിലോമീറ്ററിന് 1 കിലോമീറ്ററിനൊക്കെ 100 റുപ്പീസാണ് പറയുന്നത്. അപ്പോൾ അത് ബാർഗെയിൻ ചെയ്തൊരു 80 രൂപയ്ക്കൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വേണം കയറാൻ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ അവർ തോന്നിയ പൈസ പറയും. അപ്പോൾ അത് നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് തോന്നി. കാരണം കൂടുതലും ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയ സമയത്ത് അവിടെ മീറ്റർ ചാർജ് ഒന്നുമില്ല. അവർ തോന്നിയ പൈസ ഇങ്ങനെ പറയലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ പാലസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ കവാടം കേട്ടോ, പാലസിലേക്കുള്ള മെയിൻ കവാടം. ഇതിൽ നമുക്ക് ഇന്ത്യൻസിന് അഡൽറ്റിന് ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. ഫോറിനേഴ്സ് ആണെങ്കിൽ അത് 200 റുപ്പീസാണ് ആവുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മൾ നോക്കും തമിഴ്നാട്ടിലാണ്. നമ്മൾ പോയി തമിഴന്മാരൊക്കെ ഏറ്റവും കൂടുതലെന്ന് ഒരിക്കലും അല്ല കേട്ടോ. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. മലയാളികളെ വിട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഈ പാലസിൻ്റെ കാര്യങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ഒരുപാട് ശില്പങ്ങളും ക്ലോക്ക് ടവറും അന്നത്തെ രാജാക്കന്മാർ ജീവിച്ചിരുന്നൊരു മറാത്ത പാലസും അതിൻ്റെ കവാടങ്ങളും ആ ഒരു സ്ട്രക്ചറിലൊക്കെയാണ് അത് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് തിരുശേഷിപ്പുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഓരോരോ ആളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ശില്പങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവർ യൂസ് ചെയ്ത ഒരുപാട് ഡ്രസ്സുകൾ, അവരുപയോഗിച്ചിരുന്ന വാള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആയുധങ്ങൾ, അവരുടെ പല്ലക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മെയിനായിട്ട് തഞ്ചാവൂരിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് എടുത്തു പറയേണ്ട ആവശ്യം വരില്ല. അവിടെ തഞ്ചാവൂർ ബൊമ്മ, തഞ്ചാവൂർ ഡാൻസിങ് ഡോളാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മധുരയിൽ പോയി കഴിഞ്ഞാൽ മധുരയിലെ ബണ്ണ്, അല്ലെങ്കിൽ മധുരയിലെ മീനാക്ഷി അമ്മൻ കോവിൽ, അങ്ങനെ പറയുന്ന പോലെ തഞ്ചാവൂർ എന്ന് പറയുമ്പോഴത്തേക്കും തഞ്ചാവൂരിൻ്റെ തലയാട്ടി ബൊമ്മ, തഞ്ചാവൂർ ഡാൻസിങ് ഡോളൊക്കെയാണ് അവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മുക്കിനും മൂലയിലൊക്കെ ആ കൊച്ചു കൊച്ചു ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഈ ബൊമ്മകൾ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിക്ക് ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു ബൊമ്മയായിരിക്കും കേട്ടോ. ഒരു തമിഴ്
കൾച്ചർ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് തഞ്ചാവൂർ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വൺ ഡേ ട്രിപ്പായിരുന്നെങ്കിലും ആ ഒരു തമിഴ് കൾച്ചറാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു AD കാലഘട്ടത്തിൽ, രാജരാജ ചോഴൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മളൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ എത്രാമത്തെ വംശമായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി തിരിശേഷിപ്പാണ് നമ്മളിപ്പോൾ പോയി വിസിറ്റ് ചെയ്യുന്നത്. ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, ഭയങ്കര നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ വേറൊരു നാടിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ. ഭയങ്കര യുണീക്കും ആൻഡ് മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു കൾച്ചറിൻ്റെ തിരിശേഷിപ്പാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. ഉള്ളത് തഞ്ചാവൂർ പാലസിലാണ്. ഇതിൽ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് 50 റുപ്പീസാണ് വരുന്നത്. ഫോറിനേഴ്സിനാണെങ്കിൽ 200 ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടപോലെ കുറേ ശില്പങ്ങളും പിന്നെ ഒരു ക്ലോക്ക് ടവറും ദർബാർ ഹാള് അങ്ങനെയുള്ള കുറച്ച് ലൈബ്രറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ അകത്തുള്ള വരുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ഇൻഡോറിലുള്ള ഇതിലൊക്കെ കുറച്ച് ലിമിറ്റഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി കാഴ്ചകൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ക്ലോക്ക് ടവറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പഴയ ടൈമിലുള്ള കുറേ ശില്പങ്ങളും ആ ഒരു ക്ലോക്ക് ടവറുമാണ് മെയിൻ അട്രാക്ഷൻ വരുന്നത്. ഈ പാലസിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു ക്ലോക്ക് ടവർ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു നടരാജ ഹാൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് കേട്ടോ. അതായത് നടരാജ ശില്പങ്ങളിൽ നമ്മളെ ഈ ഭരതനാട്യത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തഞ്ചാവൂർ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം ഓരോ ശില്പങ്ങളും ഓരോ മുദ്രകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഡാൻസിനോട് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നടരാജ ഹാളിലാണ്. ഇവിടെ നടരാജൻ്റെ അതായത് നടരാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഓരോ മുദ്രകളും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഡാൻസ് ഇഷ്ടമുള്ളവർക്ക്, ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും ഈ സ്ഥലം. മുദ്രകളൊക്കെയാണ് ഓരോരോ ശില്പങ്ങളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് വന്നാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും.
അല്ല, സെയിം അല്ല. ഇത് ഓരോ മുദ്രകളാണ്. ഇതിൽ ഓരോ വിഗ്രഹവും ഓരോ മുദ്രയാണ്. ബാക്കിൽ കാണുന്നത് തഞ്ചാവൂർ ആർട്ട് ഗാലറിയും ക്ലോക്ക് ടവറും കൂടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയ സ്ഥലങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കട്ടാണ്. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് സ്പോട്ട് കണ്ടുപിടിക്കാം. ഇത് തഞ്ചാവൂർ പാലസിൻ്റെ സൈഡിലായിട്ടുള്ള ബൊമ്മകൾ വിൽക്കുന്ന കടയാണ് കേട്ടോ. തഞ്ചാവൂർ ബൊമ്മയും ഡാൻസിങ് ഡോളൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ഒരു പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വെക്കണം. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ തഞ്ചാവൂർ ബൊമ്മ, ഡാൻസിങ് ഡോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷോപ്സ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ പാലസിൻ്റെ സൈഡിലും ഉണ്ട് എന്നുള്ളതാണ്. ഞാനിങ്ങനെ അടുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേറ്റൊക്കെ പലയിടത്തും പല രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്ത് അടിപൊളി. മാങ്ങല്ലോ കുറച്ച് മേടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, അതായത് ലഞ്ച്, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളപ്പോൾ ലഞ്ച് നല്ല അവിടുത്തെ ഒരു ട്രഡീഷണൽ തഞ്ചാവൂർ സ്റ്റൈൽ ഒരു മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആര്യഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്യുവർ വെജ് ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു, അതായത് തഞ്ചാവൂർ സ്റ്റൈൽ മീൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്പോട്ടായിരിക്കട്ടെ ഇത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നത് കാരണം സിംഗിൾ ഇതിന് എന്തൊക്കെ കഴിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ചോറിനുള്ള ഇത് കണ്ടോ, ഇത്രയും ഫുഡ് ഐറ്റംസ് ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേര് കഴിച്ചപ്പോൾ നമുക്ക് 700 റുപ്പീസാണ് കേട്ടോ വന്നത്. 350 റുപ്പീസിൻ്റെ ആണ് ഒരു മീൽസിനുണ്ടാകുന്നത്. അപ്പോൾ തഞ്ചാവൂർ സ്റ്റൈല് മീൽ ആണിത്. അപ്പോൾ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആ സ്ട്രീറ്റിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ നല്ലൊരു എസ്തെറ്റിക് തമിഴ് വൈബാണെന്ന് പറയാം. ആ സ്ട്രീറ്റൊക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടി. അതുപോലെ നമ്മൾ നേരെ അവിടെ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാലസിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് കിടന്നു കഴിഞ്ഞ് 150 മീറ്ററോളം നടന്നാൽ മതി. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതൊക്കെ കയറി കാണാം കേട്ടോ. അവരതിന് പെർമിഷനൊക്കെ തരും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. വീണ ഉണ്ടാക്കുന്നത് ഒരു മാസം എടുക്കും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയിരുന്നു അവരുടെ. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു, ഇത് ഒരെണ്ണം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു മാസം എടുക്കും അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല ഇത് പ്ലാവ് തടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നതെന്നുള്ളത് അവർ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് അവരുടെ നിന്ന് അറിയാൻ വേണ്ടി പറ്റി. അപ്പം നിങ്ങൾ തഞ്ചാവൂരിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ബൃഹദീശ്വര ടെമ്പിൾ, അതായത് തഞ്ചൈ പെരിയ കോവിൽ എന്ന് പറയുന്ന ഈ ഒരു അമ്പലമായിരുന്നു തഞ്ചാവൂരിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രഡീഷൻസ്, ഒരു ക്ലാസിക് ട്രഡീഷൻസ്, രാജരാജ ചോഴൻ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ മുകളിലുള്ള ഒരു മകുടം 81 ടൺ വെയിറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇപ്പോഴും ഒരു കേടുപാടുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നും പറ്റിയിട്ടില്ല. അന്ന് സിമെൻറ്റോ ഒരു എൻജിനീയേഴ്സോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് പുള്ളി ഇത് ഉണ്ടാക്കിയത്, കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മാജിക് ഒരു കൺസെപ്റ്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇനി ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അമ്പലം എപ്പോഴെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ബ്ലെസ്ഡ് ഡിവൈൻ ഫീലിംഗ് ഉള്ള ഒരു ക്ലാസിക് ടെമ്പിളാണെന്ന് നമുക്ക് പറയാം. അത്രയും സവിശേഷതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു അമ്പലമാണിത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻക്ലൂഡിങ് എനിക്കിവിടെ അറിയില്ലായിരുന്നു, ഇത് നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും വന്ന് ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദുസിനുള്ള ട്രഡീഷൻസ് ഒന്നും മറ്റുള്ളവർക്ക് ഇല്ല. ഇത്രയും ക്ലാസിക് ട്രഡീഷൻസ് ഉള്ളവർക്കാണ്. അപ്പോൾ എനിക്കിതിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അതും കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എപ്പോഴും ട്രാവലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ ഇതുപോലത്തെ കുട്ടി വീഡിയോസായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പരമശിവൻ സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു അമ്പലത്തിന് ശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇതായിട്ട് മിനി ശിവലിംഗാസ് ഇതിൻ്റെ ഓരോ ഏരിയയിലും ഓരോ പടിപ്പുര ഗോപുരം പോലെയാണ് ഓരോ സ്ഥലത്തും ഓരോരോ ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ.
നിങ്ങളൊരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് സമയത്തോ വേണം കൂടുതലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ കേട്ടോ. വീക്കെൻഡ് പോവാതെ ഇട ദിവസങ്ങളിൽ പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം ക്രൗഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഗാർഡ് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി കിടപ്പുണ്ട്. അധികം വീഡിയോസ് എടുക്കുന്നത് നോക്കി സൂക്ഷിച്ചെടുക്കുക. ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കുന്നത് അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് അവർ ഒന്ന് ചോദ്യം ചെയ്യും. അപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നോക്കി സൂക്ഷിച്ച് വീഡിയോസ് എടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ നിന്ന് എന്തോരം വീഡിയോസാണ് പുറത്തേക്ക് വരുന്നത്, റീലായിട്ടും വ്ലോഗായിട്ടും ഒക്കെ. അപ്പോൾ ഒരുപാട് അപ്പം നമ്മൾക്കുള്ള ചോദ്യം അത് തന്നെയാണ്, എന്തോരം വീഡിയോസാണ് ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വരുന്നതെന്ന്. ഇതിപ്പോൾ സ്റ്റാഫിൻ്റെ പ്രശ്നമാണോ ആളുകളുടെ പ്രശ്നമാണോ എനിക്കറിയില്ല. പക്ഷേ വീഡിയോസൊക്കെ വന്നതുകൊണ്ടാണല്ലോ നമ്മൾക്കിവിടെ വരാൻ വേണ്ടി പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഷെയർ ഓട്ടോ, അവിടെ ഷെയർ ഓട്ടോസ് കിട്ടും കേട്ടോ. അപ്പോൾ 10 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുള്ള് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ തഞ്ചാവൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കുട്ടി ട്രാവൽ വീഡിയോസായിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പോകുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുട്ടി കുട്ടി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി.